നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Cyient DLM ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പബ്ലിക് ഇഷ്യൂവിനെ കുറിച്ചാണ്. ജൂൺ 27 മുതൽ 30 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 592 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. മുഴുവനായിട്ടും ഫ്രഷ് ഓഹരികളാണ്, ഒരു ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. അപ്പം മുഴുവനായിട്ടും ഫ്രഷ് ഓഹരികൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു കമ്പനിയാണ് Cyient DLM. ഇവർ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 30 കൊല്ലമായിട്ട് കർണാടകയിലെ മൈസൂരിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് Cyient DLM ലിമിറ്റഡ് എന്നുള്ളത്. അവർ പ്രധാനമായിട്ടും ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്താണ് പ്രവർത്തിക്കുന്നത്. അതിൽ B2B അല്ലെങ്കിൽ ബിൽ ടു പ്രിന്റ്, ബിൽ ടു സ്പെസിഫിക്കേഷൻ, B2S എന്ന രണ്ട് ശൈലിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അതായത് ക്ലയൻറ്റ് തരുന്ന ഡിസൈൻ അനുസരിച്ച് അവർ ആ ഡിസൈൻ അനുസരിച്ചുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. അതും കൂടാതെ തന്നെ ക്ലയൻറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്ത് അതിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് Cyient DLM ലിമിറ്റഡ് എന്ന ഈ മൈസൂർ ബേസ്ഡ് കമ്പനി. ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്രിന്റഡ് സർക്യൂട്ട് ബോർഡുകളുടെ അസംബ്ലി, അത് കൂടാതെ വിമാനങ്ങളുടെ കോക്പിറ്റിലുള്ള സേഫ്റ്റി ക്രിട്ടിക്കൽ സിസ്റ്റംസ്, അതായത് ഹാർനസ് കേബിൾസ്, അതിൻ്റെ ബോക്സുകൾ, ഇങ്ങനെ കോക്പിറ്റിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇൻഫ്ലൈറ്റ് സിസ്റ്റംസ്, ലാൻഡിംഗ് സിസ്റ്റംസ്, അതുകൂടാതെ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനി കൂടിയാണിത്. Cyient DLMന്റെ പ്രധാന കസ്റ്റമേഴ്സിന് തന്നെ ലോകത്തിലെ വളരെ അറിയപ്പെടുന്ന കമ്പനികൾ ഹണിവെൽ ഇന്റർനാഷണൽ എന്നുള്ള കമ്പനി, പിന്നെ തേൽ ഗ്ലോബൽ സർവീസസ്, ABB INC, പിന്നെ ഭരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, അതുകൂടാതെ മോൾബിയോ 152 ഡയഗ്നോസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളെല്ലാം ഈ കമ്പനിയുടെ ക്ലയൻസ് ആണ്. 3 ഇടത്താണ് പ്രധാന മാനുഫാക്ചറിങ് യൂണിറ്റുകൾ Cyient-നുള്ളത്. ഒന്ന് മൈസൂരിൽ, പിന്നെ ഹൈദരാബാദ്, പിന്നെ ബാംഗ്ലൂർ. ഈ 3 സ്ഥലത്താണ്. രാജ്യത്തിൻ്റെ ഡിഫൻസ് മേഖലയിലടക്കം Cyient DLMന്റെ ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം ഫൈറ്റർ ജെറ്റുകളിലെല്ലാം അതിൻ്റെ ഉപകരണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടർ Cyient ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ അവരുടെ പേരന്റ് കമ്പനിയായിട്ട് Cyient ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ രാജേന്ദ്ര വെലകപുടി, അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കമ്പനിയുടെ കൈവശം, അതായത് Cyient ലിമിറ്റഡിൻ്റെ കൈവശം ഇഷ്യൂവിന് തൊട്ട് മുമ്പ് 92.84% ഓഹരികളാണുള്ളത്. ഇഷ്യൂ കഴിയുമ്പോൾ അത് 66.68% കുറയുന്നുണ്ട്. അതായത് 26.16% ഓഹരികളാണ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത്. അതെല്ലാം ഫ്രഷാണ്. അപ്പോൾ കമ്പനിയിലേക്ക് തന്നെയാണ് ആ പണം മുഴുവനായിട്ടും പോകുന്നത്. അപ്പോൾ 26.16% ഓഹരികൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പബ്ലിക്കിന്, ജനറൽ പബ്ലിക്കിന്, പിന്നെ HNIs, അതുകൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ആണ് ഈ ഓഹരികൾ ചെന്ന് ചേരാൻ പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇഷ്യൂ നടത്തുന്നത്? ഇത്രയും നിർണായകമായിട്ടുള്ള ഒരു കമ്പനിയുടെ ഇഷ്യൂ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിക്കാൻ പോകുന്നത്. അതായത് പ്രവർത്തന മൂലധനത്തിന് വേണ്ടിയിട്ട്. പിന്നെ ചില കടബാധ്യതകൾ, പേയ്മെൻറ്റ്സ് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഫണ്ട് ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ കമ്പനിയുടെ മറ്റ് വികസനത്തിന്, അതായത് ചില ഏറ്റെടുക്കൽ, സമാന രീതിയിലുള്ള ചില ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളെ ഏറ്റെടുക്കുകയും അതുവഴി കമ്പനി വികസിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് ഈ ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട്. കൂടാതെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും ഈ ഫണ്ട് ഉപയോഗിക്കും എന്നാണ് കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും ഒടുവിലത്തെ 3 വർഷത്തെ കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകളൊന്ന് പരിശോധിക്കാം. റവന്യൂ 2021 621.03 കോടി രൂപയുടേതാണ്. ആ വർഷം അതിൻ്റെ നെറ്റ് ഇൻകം അല്ലെങ്കിൽ അറ്റാദായം എന്ന് പറയുന്നത് 11.81 കോടി രൂപയാണ്. അടുത്ത വർഷമായപ്പോൾ 2022 ആയപ്പോഴത്തേക്കും റവന്യൂ 720.53 കോടി രൂപയായിട്ട് അത് വർദ്ധിച്ചിട്ടുണ്ട്. ആ വർഷം അറ്റാദായം 39.8 എന്നുള്ള ലെവലിലേക്ക് അതും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് 2023 കണക്ക് നോക്കുകയാണെങ്കിൽ 832.03 കോടി രൂപയാണ് അതിൻ്റെ റവന്യൂ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ അറ്റാദായത്തിൽ 31.73
കാണുന്നത്. പിന്നെ മാർജിൻ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 21-ൽ 1.88%, അടുത്ത വർഷം 5.52% ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അടുത്ത വർഷം അത് 2023-ൽ 3.81 എന്നാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ കണക്കുകളെല്ലാം തന്നെ വളരെ മികച്ചതായിട്ടാണ് കമ്പനിയുടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി Cyient DLMന്റെ പ്രധാനപ്പെട്ട വാല്യുവേഷൻസ്, ഏറ്റവും പുതിയ വാല്യുവേഷൻസ് നമുക്ക് നോക്കാം. EPS 7.75, PE റേഷ്യോ 32.26, 34.19, പിന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 16.03%, പിന്നെ ബുക്ക് വാല്യൂ 48.33 എന്നിങ്ങനെയാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികളെ കുറിച്ച് കൂടി നമുക്കൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട 3 ലിസ്റ്റഡ് ആയിട്ടുള്ള അതിൻ്റെ കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുള്ള കമ്പനികൾ എന്ന് പറയുമ്പോൾ സിർമ SGS ടെക്നോളജി സമാന രീതിയിലുള്ള കമ്പനിയാണ്, കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ്, പിന്നെ DCS സിസ്റ്റംസ്. ഇത് 3 കമ്പനികളാണ് ഇതിൻ്റെ സമാന രീതിയിലുള്ള കമ്പനികളായിട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ളത്. അതിൽ സിർമ SGS ടെക്നോളജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 220 രൂപയ്ക്കാണ് ഇത് ലിസ്റ്റ് ചെയ്തത്. അത് ഇന്ന് 460 രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ള കാര്യം നമ്മൾ ഈ തരുണത്തിൽ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഒറ്റ നോട്ടത്തിൽ പരിശോധിക്കാം. 27-ാം തീയതി ജൂൺ മാസം മുതൽ 30-ാം തീയതി വരെയാണ് ഇതിൻ്റെ ഇഷ്യൂ നടക്കുന്ന സമയം. അതിൻ്റെ പ്രൈസ് ബാൻഡ് 265 രൂപയാണ് അപ്പർ ബാൻഡ്. ഫ്രഷ് ഇഷ്യൂ ആണ് മുഴുവനായിട്ടും, അതായത് 592 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളുണ്ട്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു. ഇനി നമുക്ക് മിനിമം റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന 56 ഓഹരികളാണ്. അപ്പോൾ 14,840 രൂപ വരും. അങ്ങനെ 2 ലക്ഷത്തിൽ താഴെ വരെ ഉള്ള തുകയ്ക്ക് നമുക്ക് റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഒരു ഓഹരിക്ക്. അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിന് 10% ഓഹരികൾ മാത്രമാണ് ഇത് അലോട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് 5-ാം തീയതിയാണ്, ജൂലൈ മാസത്തിൽ. ഇനി റീഫണ്ട് 6-ാം തീയതിയും ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് തൊട്ടടുത്ത ദിവസം 7-ാം തീയതിയും വരും. ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് ജൂലൈ മാസത്തിൽ 10-ാം തീയതിയാണ്. ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം നിങ്ങളിൽ പലർക്കും ഉണ്ടാകും എന്നെനിക്കറിയാം. ഇത് തീർച്ചയായിട്ടും നല്ലൊരു ഓഹരി തന്നെയാണ്. കാരണം ഇത് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഡിഫൻസിലടക്കം ഇവരുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഇന്ത്യ ടോട്ടലായിട്ട് 2.2% ആണ് ഇന്ത്യയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്ത് ലോകത്തിൻ്റെ മുമ്പിൽ അത് 2026 ആകുമ്പോഴത്തേക്ക് 7% വളരും എന്നാണ് പറയപ്പെടുന്നത്. അതായത് CAGR, അതായത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് 32.3% ഈ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സിസ്റ്റം രംഗത്ത് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മികച്ച ഒരു രംഗത്ത് അല്ലെങ്കിൽ ഒരു സെക്ടറിലുള്ള ഒരു കമ്പനി തന്നെയാണ് Cyient DLM എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കി തരുന്ന ഒരു ഓഹരി തന്നെയാണ്. അതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ മടിക്കേണ്ടതില്ല എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. Cyient DLM ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വളരെ ലേറ്റ് ആക്കരുത്. ഉടൻ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഇടണം. അപ്പോൾ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോയെ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അതായത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്ത് വീഡിയോ കൂടുതൽ നന്നാക്കാനായിട്ട്, ഫ്യൂച്ചറിൽ നന്നാക്കാനായിട്ട് സഹായിക്കണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.